കയറി വന്നിരിക്കുന്നത്? ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അന്തർശരീരത്തിന്റെ 203 എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് സതീഷ് കുമാർ MV തൃക്കരിപ്പൂറാണ്. ഇന്ന് നമുക്ക് വേണ്ടി വായിക്കുന്നത് സന്ധ്യ മേനോൻ, ശ്രീമതി സന്ധ്യ മേനോൻ പാലക്കാടാണ്. ഭജന പാടുന്നത് കുമാരി അഞ്ജലി ആണ്, പാലക്കാടാണ്. അഞ്ജു സൈറാം. അപ്പൊ നമുക്ക് തുടങ്ങാം. സന്ധ്യ റെഡിയല്ലേ? സന്ധ്യ സൈറാം. സൈറാം ചേച്ചി റെഡിയാണ്. ഞാൻ ഓങ്കാരം ഭഗവാന്റെതും പറഞ്ഞു കഴിയുമ്പോ വീഡിയോ ഓൺ ചെയ്തിട്ട് വായിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. സൈറാം. സൈറാം. ഓ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ शान्ति शान्ति शान्ति. ജയ് സായിരാം. സന്ധ്യ തുടങ്ങിക്കോളൂ കേട്ടോ. സായിരാം. സായിരാം. എൻ്റെ പ്രേമമയ്യായ സായി മാതാവിന്റെ പാദങ്ങളിൽ ശതകോടി പ്രണാമം. സ്വാമി 2006 നവംബർ 22 സത്യസായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ ലേണിംഗിന്റെ 25ാമത് ബിരുദദാന സമ്മേളനത്തിൽ നൽകിയ അനുഗ്രഹ പ്രഭാഷണമാണ് ഞാൻ ഇന്നിവിടെ പങ്കുവയ്ക്കുന്നത്. മാനുഷിക മൂല്യങ്ങൾ ആചരിക്കുക. അറിവിന്റെ പല മണ്ഡലങ്ങളും സ്വായത്തമാക്കിയെന്നും വളരെയധികം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെന്നും മനുഷ്യൻ ഇന്ന് അഹങ്കരിക്കുന്നു. പക്ഷേ വിദ്യാഭ്യാസത്തിന്റെ സത്ത മനസ്സിലാക്കാൻ മനുഷ്യൻ ശ്രമിക്കുന്നില്ല. ഇന്ന് വിദ്യാഭ്യാസം ശാരീരികവും ഭൗതികവുമായ തലങ്ങളിലേക്ക് ഒതുങ്ങിക്കൂടുന്നു. ധാർമ്മികവും സദാചാരപരവും ആധ്യാത്മികവുമായ തലങ്ങൾ നിശേഷം ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. മാതാപിതാക്കൾ തങ്ങളുടെ സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ കഠിന ശ്രമം നടത്തുന്നു. പക്ഷെ വിദ്യാഭ്യാസത്തിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കാൻ ആരും ശ്രമിക്കുന്നില്ല. ആളുകളുടെ വിചാരം ആചാരമായി സംസാരിക്കുന്നവരും കുറെ അധികം പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളവരും വിദ്യാസമ്പന്നരാണെന്നാണ്. പക്ഷെ വാസ്തവം എന്താണെന്നോ അത് അക്ഷരജ്ഞാനമല്ലാതെ മറ്റൊന്നും കാണിക്കുന്നില്ല. അക്ഷരജ്ഞാനം കൊണ്ട് മാത്രം വിദ്യാഭ്യാസമാകുന്നില്ല. അക്ഷരങ്ങൾ അറിയുന്നത് കൂടാതെ അവ കൂടിച്ചേർന്നുണ്ടാകുന്ന വാക്കുകളുടെയും വാചകങ്ങളുടെയും അർത്ഥവും അറിയണം. കൃഷ്ണദേവരായർ എന്ന രാജാവിന് ഇത് മനസ്സിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഒരു വലിയ സദസ്സ് വിളിച്ചുകൂട്ടി. സദസ്സിൽ വന്നു ചേർന്ന കവികളോടും പണ്ഡിതന്മാരോടും അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. രാജസദസ്സിൽ അഷ്ടദിഗ്ഗജങ്ങൾ എന്ന് പ്രസിദ്ധരായ 8 രാജസേവക കവികളും സന്നിഹിതരായിരുന്നു. അക്കൂട്ടത്തിൽ തെന്നാലി രാമകൃഷ്ണനും ഉണ്ടായിരുന്നു. കൃഷ്ണദേവരായർ അവരിൽ ആരാണ് ഏറ്റവും ബുദ്ധിമാൻ എന്നറിയാൻ ആഗ്രഹിച്ചു. അദ്ദേഹം അവരോട് അർത്ഥമുള്ള ഒരു വാചകം 5 വ്യത്യസ്ത വാക്കുകൾ കൊണ്ട് ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഓരോ വാക്കിനും 5 വ്യത്യസ്ത ഭാഷകളിൽ ഒരേ അർത്ഥമുള്ളതായിരിക്കണം. നാളെ രാവിലെ ഈ ചോദ്യത്തിന്റെ ഉത്തരവുമായി ആര് വരുന്നുവോ ആ വ്യക്തി ഉചിതമായി സമ്മാനിതനാകും എന്ന് രാജാവ് പ്രഖ്യാപിച്ചു. തെന്നാലി രാമകൃഷ്ണന്റെ വീട് ദൂരെയായിരുന്നതിനാൽ ആ രാത്രി തന്റെ സ്യാലന്റെ വീട്ടിൽ ചൂട്ടാം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. സ്യാലൻ സുഖശയനത്തിന് കിടക്ക കൊടുത്തപ്പോൾ നെറ്റിയിൽ കിടന്നുറങ്ങാൻ തെന്നാലി രാമകൃഷ്ണൻ കൂട്ടാക്കിയില്ല. അദ്ദേഹം പറഞ്ഞു, രാജാവിന്റെ ഒരു ചോദ്യത്തിന് ഉത്തരം നാളെ രാവിലത്തേക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഇതുപോലെയുള്ള ഒരു കിടക്കയിൽ കിടന്നാൽ ഞാൻ ഉടൻ തന്നെ ഉറങ്ങിപ്പോകും. അതുകൊണ്ട് പശുത്തൊഴുത്തിൽ ഒരു കട്ടിലിട്ട് തന്നാൽ മതി. അദ്ദേഹം തൊഴുത്തിൽ കട്ടിലിട്ട് കിടക്കുമ്പോൾ രാത്രി ഏതാണ്ട് 1 മണിയായി കാണും. പശുക്കളിൽ ഒരെണ്ണം പ്രസവിച്ചു. രാമകൃഷ്ണൻ സ്യാലനെ വിളിച്ച് വിവരം ധരിപ്പിച്ചു.
സ്യാലൻ പശുക്കൾക്കെല്ലാം ലക്ഷ്മി, സരസ്വതി, രാധ എന്നൊക്കെ ഓരോ പേര് കൊടുത്തിരുന്നു. അവയിൽ ഏതാണ് പ്രസവിച്ചത് എന്നറിയാൻ വേണ്ടി അദ്ദേഹം തെന്നാൽ രാമകൃഷ്ണനോട് ചോദിച്ചു. ആവുരാ ബാവ, അളിയ എന്താണ് അത്, ഏതാണ് അത് എന്നാണ് ഇതിനർത്ഥം. ഇത് കേട്ടപ്പോൾ രാമകൃഷ്ണന് അനിയന്ത്രിതമായ ആഹ്ലാദം തോന്നി. രാജാവിന്റെ ചോദ്യത്തിന്റെ ഉത്തരമായിരുന്നു ആ വാചകം. അത് കൊണ്ട് അദ്ദേഹം ആ വാക്കുകൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ സ്യാലൻ വിചാരിച്ചു, ഉറങ്ങാത്തത് കൊണ്ടാണ് രാമകൃഷ്ണൻ ഇപ്രകാരം വിചിത്രമായി പെരുമാറുന്നത് എന്ന്. അടുത്ത ദിവസം രാവിലെ രാമകൃഷ്ണൻ രാജസദസ്സിൽ എത്തിയപ്പോൾ മറ്റാർക്കും തന്നെ ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലായി. അവരെല്ലാവരും ഉറപ്പായി വിശ്വസിച്ചു അപ്രകാരം വാചകം ഉണ്ടാക്കാൻ സാധിക്കുകയില്ല എന്ന്. രാമകൃഷ്ണൻ പറഞ്ഞു, ആവ് രാ ബാവ, ഇതാണ് ഉത്തരം. ആർക്കും ഒന്നും മനസ്സിലായില്ല. അപ്പോൾ അദ്ദേഹം വിശദീകരിച്ചു, മറാത്തിയിൽ ഹിന്ദിയിൽ തെലുങ്കിൽ രാ, കന്നഡയിൽ ബ, തമിഴിൽ വ എന്നീ 5 വാക്കുകൾക്കും വരൂ എന്ന ഒരേ അർത്ഥമാണ് ഉള്ളത്. വാചകത്തിൽ 5 ഭാഷകളെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ ഓരോ അക്ഷരത്തിന്റെയും അർത്ഥം മനസ്സിലാക്കണം. ആളുകൾ ഇന്ന് വാക്കുകൾ ശരിയായ അർത്ഥം മനസ്സിലാക്കാതെ ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്നു. പക്ഷെ പണ്ട് കാലത്ത് ആളുകൾക്ക് അവർ വായിക്കുന്ന ഓരോ അക്ഷരത്തിന്റെയും അർത്ഥം അറിയാമായിരുന്നു. തെന്നാലി രാമകൃഷ്ണന്റെ ഉത്തരം കേട്ട് സന്തുഷ്ടനായ കൃഷ്ണദേവരായർ സ്വർണ്ണ നാണയങ്ങളും അമൂല്യരത്നങ്ങളും അദ്ദേഹത്തിന് സമ്മാനിച്ചു. ഓരോ അക്ഷരത്തിന്റെയും ഓരോ പദത്തിന്റെയും ഓരോ വാചകത്തിന്റെയും അർത്ഥം അറിയാവുന്ന വ്യക്തി യഥാർത്ഥ കവിയാണ്. തെന്നാലി രാമകൃഷ്ണൻ അത്തരത്തിലുള്ള ഒരു മഹാകവിയായിരുന്നു. കവിം പുരാണം അനുശാസിതാരം അനോരണീയൻ സമനുസ്മരേദ്യ സർവസ്യ ധാതാരം അചിന്ത്യരൂപം ആദിത്യവർണം തമസപരസ്താത് എന്ന് വെച്ചാൽ സർവജ്ഞനായി, കാലാതീതനായി, സർവാധിപനായി, അണുവിനേക്കാൾ സൂക്ഷ്മതരനായി, ഈ ലോകം പരിപാലിക്കുന്നവനായി, മനുഷ്യ ഭാവനയ്ക്ക് അതീതമായ രൂപമുള്ളവനായി, ആദിത്യനെ പോലെ ശോഭയുള്ളവനായി, അജ്ഞാനമാകുന്ന തമസിന് അതീതനായുള്ളവനെ ഏതൊരുവൻ ധ്യാനിക്കുന്നുവോ ആ വ്യക്തി പരമപുരുഷ പദത്തെ തീർച്ചയായും പ്രാപിക്കുന്നു. അമരനാക്കുന്ന അറിവ് സമ്പാദിക്കുക. ഇന്ന് ആളുകൾ അക്ഷരങ്ങളുടെയും അവ ചേർന്നുണ്ടാകുന്ന വാക്കുകളുടെയും അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കാതെ വാക്കുകൾ ചേർന്നുണ്ടാക്കുന്ന വാചകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഇന്നത്തെ ഗുരുക്കന്മാർ പോലും വാചകങ്ങളുടെ ലൗകികമായ അർത്ഥം മാത്രമേ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. ആരും വാചകങ്ങളുടെ ധാർമ്മികവും സദാചാരപരവും ആധ്യാത്മികവുമായ വ്യാപ്തി പറഞ്ഞു കൊടുക്കുന്നില്ല. അധ്യാപകരുടെ കടമയാണ് ധാർമ്മികവും സദാചാരവും ആധ്യാത്മികവുമായ തത്വങ്ങളെ കുറിച്ചുള്ള അറിവ് പ്രചരിപ്പിക്കുക എന്ന്. അതാണ് യഥാർത്ഥത്തിലുള്ള വിദ്യാഭ്യാസം. ഇന്ന് വിദ്യാർത്ഥികൾ അവരുടെ പാഠങ്ങൾ പഠിക്കുന്നു. പക്ഷെ അവർ എന്തു ചെയ്യുകയാണെന്ന് നിങ്ങൾ അവരോട് ചോദിച്ചാൽ അവരുടെ മറുപടി ഞങ്ങൾ വിദ്യാഭ്യാസം വിലയ്ക്ക് വാങ്ങുകയാണ് എന്ന അർത്ഥത്തിലായിരിക്കും. അത് വിദ്യാഭ്യാസമേ അല്ല. നമ്മൾ ഓരോ അക്ഷരത്തിന്റെയും ഓരോ വാക്കിന്റെയും ഓരോ വാചകത്തിന്റെ അർത്ഥം മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. അത് കൊണ്ട് ഒരാൾ അമരനാകുന്ന അറിവാണ് സമ്പാദിക്കേണ്ടത്. അത് 5 മാനുഷിക മൂല്യങ്ങളെ പറ്റിയുള്ള ജ്ഞാനമാണ്. 5 മൂല്യങ്ങൾ സത്യം, ധർമ്മം, ശാന്തി, പ്രേമം, അഹിംസ എന്നിവയാണ്. അവയിൽ ഒന്നാമത്തേത് സത്യം. സത്യം മരണമില്ലാത്തതാണ്. സത്യം ഒന്നേയുള്ളൂ, രണ്ടില്ല. ധർമ്മം അനശ്വരമാണ്. ശാന്തി പരമാനന്ദത്തിന്റെ സ്രോതസ്സാണ്. അടുത്തത് പ്രേമമാണ്. ഒരു കുഞ്ഞു മുതൽ മരിക്കാറായ വൃദ്ധൻ വരെ എല്ലാവരും പ്രേമസമ്പന്നരാണ്. പ്രേമവും മരണമില്ലാത്തതാണ്. അവസാനമായി പക്ഷെ ഒട്ടും അപ്രധാനമല്ല അഹിംസ. എവിടെയാണ് അഹിംസയ്ക്ക് മരണം? ബുദ്ധൻ ഈ അഹിംസാ തത്വം പ്രചരിപ്പിച്ചു. അദ്ദേഹം പ്രഖ്യാപിച്ചു, അഹിംസ പരമോധർമ്മ, അഹിംസയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മം. ഈ 5 തത്വങ്ങളുടെ ജ്ഞാനവും അനുഷ്ഠാനവുമാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. സത്യം പറയുക, ധർമ്മമാർഗത്തിൽ ചരിക്കുക, ശാന്തി അനുഭവിക്കുക, നിങ്ങൾ എല്ലാവരുമായി സ്നേഹം പങ്കിടുക, അഹിംസാ തത്വത്തിൽ ഉറച്ചു ജീവിതം നയിക്കുക. ഇതാണ് വിദ്യാഭ്യാസത്തിന്റെ സത്ത. ഇന്ന് നമ്മൾ അനശ്വരമായതിനെ അവഗണിച്ച് നശ്വരമായതിന്റെ എല്ലാം പുറകെ പായുന്നു. എല്ലാ മനുഷ്യർക്കും ഈ 5 മാനുഷിക മൂല്യങ്ങളും സഹജമായിട്ടുണ്ട്. കുട്ടിക്കാലം മുതൽ തന്നെ ഈ 5 മാനുഷിക മൂല്യങ്ങളും എല്ലാവരിലും നിവേശിപ്പിക്കണം. സത്യത്തെ ആശ്രയിക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തു വേണമെങ്കിലും നേടാം. ദൈവം മനുഷ്യരൂപേണ എന്നാണ് പറയപ്പെടുന്നത്. ദൈവം മനുഷ്യരിൽ നിന്ന് ഭിന്നമല്ല. എല്ലാവരും ഈശ്വര സ്വരൂപങ്ങളാണ്. ഒരേ ആത്മതത്വമാണ് എല്ലാവരും ഉള്ളത്. പക്ഷെ അത് പല നാമങ്ങൾ സ്വീകരിക്കുന്നു. ആത്മവിശ്വാസം വളർത്തിയെടുക്കുക, ആത്മവിശ്വാസത്തോടെ എല്ലാ വിഷമങ്ങളെയും നേരിടുക. നിങ്ങൾ ആരെ കാണുന്നു അവരെല്ലാം നിങ്ങളുടെ പ്രതിബിംബങ്ങളാണെന്ന് അറിയുക. ഈശ്വരൻ ഗുണാതീതനും കർമാതീതനുമാണ്. ത്യാഗ മനോഭാവം വളർത്തുക. അമരത്വം, സന്തതി, സന്താനം എന്നിവ കൊണ്ട് അത് നേടാൻ കഴിയില്ല. ത്യാഗത്തിൽ കൂടി മാത്രമേ നേടാൻ കഴിയുള്ളൂ. നിങ്ങൾ ഏത് ത്യാഗത്തിന് തയ്യാറായിരിക്കണം. എവിടെ നോക്കിയാലും ഈശ്വരൻ അവിടെയുണ്ട്. ഈശ്വരനല്ല മറ്റൊന്നുമില്ല. മാനുഷിക മൂല്യങ്ങൾ എല്ലാവരിലും ഐക്യം ഒരുക്കുന്നു. മനുഷ്യൻ അനുഭവിക്കുന്നതെല്ലാം അവന്റെ കർമ്മങ്ങളുടെ ഫലമാണ്. ഏത് അറിവ് പ്രയോഗിച്ചു നോക്കിയെങ്കിൽ ശരിയായ അറിവ് ആകുന്നില്ല.
അത് പ്രയോഗിച്ചാൽ മാത്രമേ ശരിയായ അറിവാകുന്നുള്ളൂ. നിങ്ങൾ അഭ്യസിച്ചതിൽ നിന്ന് 2-3 തത്വങ്ങളെങ്കിലും ജീവിതത്തിൽ ആചരിക്കുക. എങ്കിലേ നിങ്ങൾക്ക് ജീവിതം വീണ്ടെടുക്കാനും പുണ്യം നേടാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ശരിയായ മാർഗത്തിലായിരിക്കും സഞ്ചരിക്കുക. ഇപ്രകാരമുള്ള പവിത്രമായ പ്രഭാഷണങ്ങൾ കേൾക്കാൻ അവസരം കിട്ടിയത് നിങ്ങളുടെ അസുലഭ ഭാഗ്യം കൊണ്ടാണ്. അവസരങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ഉപയോഗിച്ച് ജീവിത ലക്ഷ്യം നേടുക. ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പ്രഖ്യാപിച്ചു, മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന. എല്ലാ ജീവജാലങ്ങളിലും അനശ്വരമായ ആത്മാവ് എന്റെ അംശമാണ്. നിങ്ങൾ എല്ലാവരും ഈശ്വരന്റെ സ്ഫുരണങ്ങളാണ്. നിങ്ങൾ വെറും മനുഷ്യരല്ല. എന്റെ ദിവ്യത്വത്തിന് ഒരു അംശമാകുക കൊണ്ട് ആ രീതിയിൽ വേണം നിങ്ങൾ പെരുമാറാനും പ്രവർത്തിക്കാനും. വ്യഥ സംഭാഷണങ്ങളിൽ മുഴുകി സമയം കളയരുത്. ഈ 5 മൂല്യങ്ങളും ഈശ്വരനിൽ നിന്ന് ഉദ്ഭവിച്ചാണ്. നിങ്ങൾ എവിടെ നോക്കിയാലും ഏകത്വം കാണണം. നിങ്ങളും ഞാനും ഒന്ന് തന്നെയാണ്. ക്രോധം, വിരോധം, അസൂയ മുതലായ ദുർഗുണങ്ങൾക്ക് ഒരിക്കലും ഇടം കൊടുക്കരുത്. ഈ ദുർഗുണങ്ങൾ ഭേദബുദ്ധി സൃഷ്ടിക്കുകയുള്ളൂ. ലോകത്തിൽ യോജിപ്പും ഐക്യവും അഭിവൃദ്ധിപ്പെടുത്തുന്ന 5 മാനുഷിക മൂല്യങ്ങളെ വളർത്തണം. നിങ്ങൾ ഈ ഗുണങ്ങൾ വളർത്തണം. എന്തെന്നാൽ അവ നമ്മെ പരസ്പരം അടുപ്പിക്കുന്നു. നമ്മളെ അകറ്റുന്ന ദുർഗുണങ്ങളെ അല്ല നമ്മൾ പരിപോഷിപ്പിക്കേണ്ടത്. നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങളുടെ എല്ലാ ഭാരവും ഈശ്വരന് വിടുക. ഇതാണ് നിങ്ങൾക്കുള്ള എന്റെ ഇന്നത്തെ സന്ദേശം. 2006 നവംബർ 22 ഭഗവാൻ സത്യസായി ഇന്റർനാഷണൽ സെന്റർ ഫോർ സ്പോർട്സിൽ നടത്തിയ അനുഗ്രഹ പ്രഭാഷണത്തിന്റെ ഭാഗമാണ്. സ്വാമി സത്യം, ധർമ്മം, ശാന്തി, പ്രേമം, അഹിംസ പറയുന്നു. സന്ധ്യ നീ വീഡിയോ ഓൺ ചെയ്തിട്ട് അനുഭവങ്ങൾ പറഞ്ഞോളൂ. സായിരാം. ചേച്ചി വീഡിയോ കാണുന്നില്ല ഇപ്പൊ? ചേച്ചി വീഡിയോ ഓൺ ആണ്. വീഡിയോ കാണുന്നില്ല. ആവുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, പറഞ്ഞോളൂ. വീഡിയോ ഞങ്ങളാരും കാണുന്നില്ല. വീഡിയോ എനിക്ക് തോന്നുന്നു എന്റെ നെറ്റ്വർക്കിൽ ഇത്രയും പേരുള്ളത് കൊണ്ട് അത് കാണത്താണെന്ന് തോന്നുന്നു. ഞാൻ അനുഭവം പറയട്ടെ. സ്വാമിയുടെ തൃപ്പാദങ്ങളിൽ പ്രേമ ഭക്തിപൂർവ്വം എന്റെ പ്രണാമം. എന്നെ സ്വാമിയിലേക്ക് നയിച്ച എന്റെ ആദ്യ ഗുരുനാഥയായ എന്റെ അമ്മയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ പ്രണാമം അർപ്പിക്കുന്നു. എന്നെ രാമനാമ ജപത്തിലേക്ക് നയിച്ച എന്റെ പിതാവിന്റെ ഓർമ്മയും ഞാൻ സ്മരിച്ച് നമസ്കരിക്കുന്നു. ഇന്ന് വലിയൊരു സായി ഇൻസിഡൻസ് എന്ന് പറയാം. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, എന്റെ ജീവിതത്തില് ഭഗവാൻ എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് ഓരോ നിമിഷവും ഒരു മിറക്കിൾ തന്നെയാണ്. അതിൽ ഏത് മിറക്കിൾ ഷെയർ ചെയ്യണം എന്ന് ആലോചിച്ചപ്പോ എനിക്ക് തോന്നിയത്, ഇപ്പോ രാമനവമിയുടെയും പിന്നെ കഴിഞ്ഞ ദിവസം ശ്രീരാമനവമി, അത് കഴിഞ്ഞ് രാമായണ പ്രകാരം ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ ഒക്കെ ജന്മങ്ങളായിരുന്നു ഈ 2-3 ദിവസങ്ങളിലായിട്ട് നമുക്ക് കണക്കാക്കേണ്ടത്. അപ്പോ അതും വരാൻ പോകുന്ന ഹനുമാൻ ജയന്തി ഉൾപ്പെടുത്തി രാമായണത്തിന്റെ തന്നെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ വിചാരിച്ചായിരുന്നു ഞാൻ. അപ്പൊ ഇന്ന് വളരെ യാദൃശ്ചികമല്ല, സ്വാമിയുടെ നിശ്ചയം പോലെ അലസില ചേച്ചി രാമായണത്തെ കുറിച്ച് തന്നെ ഇന്ന് പോസ്റ്റ് ചെയ്തത് കണ്ടു. അപ്പൊ എനിക്ക് ഉറപ്പായി ഇത് സ്വാമി ചൂസ് ചെയ്ത അനുഭവങ്ങൾ തന്നെയാണ് ഇന്ന് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത് എന്ന്. ഇതില് ഞാനൊരു 2000 ആണ്ടിലെ കാര്യമാണെന്ന് എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, നമ്മുടെ സത്യസായി പബ്ലിക്കേഷൻ മലയാളത്തിന്റെ സനാതന സാരഥിയുടെ പതിപ്പില് അധ്യാത്മ രാമായണം പാരായണം ചെയ്യുന്നതിന്റെ അതിന്റെ ശക്തിയെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ വിവരിച്ച ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു. ആ ആർട്ടിക്കിളില് ഒരു ഫലശ്രുതി കൊടുത്തിട്ട് ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ വായിക്കുന്നതിന് കൊണ്ടുള്ള ഗുണങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഓരോ പ്രത്യേക ഭാഗങ്ങൾ വായിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ വായിക്കുകയുണ്ടായി. പൊതുവെ ഞാനങ്ങനെ വളരെയധികം പാരായണങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥനയിലൊന്നും അധികം സമയം അന്ന് ചെലവാക്കുന്ന ആളായിരുന്നില്ല. ഞാൻ കൂടുതലും സ്വാമിയുടെ സംഘടനയിലെ സേവാ പ്രവർത്തനങ്ങളിലൊക്കെ ആണ് കൂടുതൽ ആക്റ്റീവായിട്ടുണ്ടായിരുന്നത്. സ്വാമി എന്നെ സ്ലോലി ആ ഒരു പാരായണം, ആ പ്രാർത്ഥന ഒക്കെ കൂടുതൽ ജപത്തിലേക്ക് എന്നെ നയിച്ചത് എനിക്ക് തോന്നുന്നു ഇതൊരു തുടക്കമായിരുന്നു. ആ സനാതന സാരഥിയിലെ ആർട്ടിക്കിൾ അങ്ങനെയാണ് ഞാൻ രാമായണത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത്. അപ്പൊ അത് അതിന്റെ ഒരു അനുഭവം ഉണ്ടായി. ഇത് വായിച്ച് കുറച്ച് ദിവസത്തിനുള്ളിൽ എനിക്ക് എന്റെ ഒരു അടുത്ത കോളേജ് സുഹൃത്തിന്റെ ഒരു കോള് കിട്ടുകയാണ്. ആ കുട്ടി കുറച്ച് ദൂരെയാണ് താമസിക്കുന്നത്, ചിറ്റൂര്, പാലക്കാടാണ് താമസിക്കുന്നത്. പക്ഷെ ആ കുട്ടി എന്നെ വിളിച്ച സമയത്ത് ആ കുട്ടി എന്നോട് പറഞ്ഞു, സന്ധ്യ എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പാല് വേണം. കാരണം ഞാൻ നിങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലില് എന്റെ അനിയത്തി അവളുടെ നവജാത ശിശുവിനെയും കൊണ്ട് അഡ്മിറ്റ് ആയിരിക്കുകയാണ്. അപ്പോ അന്ന് ഹർത്താലായുണ്ട്, എവിടെയും പാല് കിട്ടാൻ നിവർത്തിയില്ല, എവിടെയും പോകാൻ നിവർത്തിയില്ല. അപ്പോ എന്നോട് ഒരു കാര്യം കൂടെ പറഞ്ഞ,
അനിയത്തിക്ക് ആദ്യമായി ഉണ്ടായ കുഞ്ഞ്, അത് ക്രിട്ടിക്കൽ കണ്ടീഷനാണ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് തോന്നി കുറച്ച് സ്വാമിയുടെ വിഭൂതി ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കണം. അവർ സായി ഭക്തരല്ല, എന്നാലും എനിക്ക് അവര് നമ്മള് വാക്കുകളെ മാനിക്കുമെന്ന് തോന്നി. സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ഞാനത് എടുക്കാൻ എനിക്ക് മനസ്സിൽ ഒരു തോന്നലും ഉണ്ടായി. ഞാൻ അതും കൊണ്ട് അവിടെ ചെന്ന് ഈ പാല് കൊടുത്തു. അപ്പോ എന്നോട് രഹസ്യമായിട്ട് എന്റെ സുഹൃത്ത് പറഞ്ഞു, ഡോക്ടർമാര് അത് ഒരു പ്രത്യാശയില്ല, ഒന്നും ഹോപ്പ്ലെസ് കണ്ടീഷനാണ് എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു പേടിക്കേണ്ട, ഒരു കാര്യം ചെയ്യും, നഷ്ടപ്പെടാനില്ലല്ലോ, ഈ കുറച്ച് വിഭൂതി കുട്ടിയെ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ, അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ വൃത്തി വിഭൂതി തൊടിക്കുക, തലവണയുടെ അടിയിൽ വിഭൂതി വെക്കുക, ബാക്കി ഞാനും പ്രാർത്ഥിക്കാം, നിങ്ങളും പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു. ഞാനും ആ കുഞ്ഞിന്റെ അമ്മയും എന്റെ ഫ്രണ്ടിന്റെ അനിയത്തിയും കൊണ്ട് ധൈര്യം പകർന്ന് ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം, എല്ലാം ശരിയാവും, സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവും എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് പോന്ന്. അപ്പൊ വീട്ടിലേക്ക് നടന്ന് വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി, രാമായണം കഴിഞ്ഞ ദിവസം ആ ആർട്ടിക്കിൾ വായിച്ചതിൽ ഇങ്ങനെ ഒരു ഭാഗം, രാമരാവണ യുദ്ധത്തിന്റെ ഒരു ഭാഗം വായിച്ചാല് അതിൽ ഏറ്റവും മാറാരോഗമായുള്ള രോഗങ്ങൾ പോലും മാറ്റാനുള്ള ശക്തിയുണ്ട് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, സ്വാമി അതിനകത്ത് പാരായണ വിധി എഴുതിയതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു 45 ദിവസമെങ്കിലും വായിക്കണം എന്നാണ് എന്റെ ഓർമ്മ എഴുതിയിരുന്നത്. എന്തായാലും 1 മാസത്തോളം വായിക്കാൻ പറയുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, സ്വാമി ഞാൻ വായിച്ചത് സത്യമാണെങ്കിൽ, അപ്പൊ എനിക്കിപ്പോ അത്രയും സമയമില്ല, ഇന്ന് ഞാൻ ആ പാരായണം നടത്തുകയാണ് ആ ഭാഗം, സ്വാമി ആ കുഞ്ഞിനെ രക്ഷിക്കണം, അത് സത്യമാണെങ്കിൽ ആ കുഞ്ഞ് രക്ഷപ്പെടണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സ്വാമിയെ സമർപ്പിച്ച് ഞാൻ ആ ഭാഗം പാരായണം ചെയ്തു. പാരായണം ചെയ്ത് കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റു. സ്വാമിയുടെ ലീലകളാടി. അപ്പോ എനിക്ക് എന്റെ സുഹൃത്തിന്റെ കോള് വന്നു. ചുരുക്കി പറഞ്ഞാല് എന്റെ സുഹൃത്ത് പറഞ്ഞു, അതുവരെ ആ കുഞ്ഞിനെ കണ്ടിന്യൂസ്ലി ടെമ്പറേച്ചർ ഹൈ ആയിട്ട് എത്ര മരുന്ന് കൊടുത്തും കുറയാതെ ഒരു വല്ലാത്ത അൺസ്റ്റേബിൾ കണ്ടീഷനായിരുന്ന കുഞ്ഞ് വിഭൂതി കിട്ടി. ഈ രാമായണ പാരായണം കഴിഞ്ഞ സമയമാകുമ്പോഴേക്കും സ്റ്റേബിളായി. അതിനെ ചുരുക്കി പറഞ്ഞാൽ ആ കുട്ടി ആരോഗ്യവത്തെ. ഇന്ന് എന്റെ അറിവിൽ ആ കുട്ടി കോളേജിൽ പഠിക്കുകയാണ്. അതാണ് എന്റെ രാമായണത്തിന്റെ ആദ്യത്തെ അനുഭവം. പിന്നെ ജീവിതത്തിൽ പല ഭാഗങ്ങളിൽ പിന്നെ അങ്ങനെ വളരെ കർക്കിടക മാസത്തിലെ രാമായണ പാരായണം അങ്ങനെയാണ് ഞാൻ പിന്നെ പതുക്കെ തുടങ്ങിയത്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എപ്പോഴും വളരെയധികം എന്താ പറയുക, എത്ര തിരക്കുണ്ടെങ്കിൽ പോലും അത് വായിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കാറുണ്ട്. അത് കഴിഞ്ഞൊരു അനുഭവം ഇതുപോലെ ഞങ്ങള് കുടുംബത്തിൽ തന്നെ ഉണ്ടായത്, എന്റെ സഹോദരന് കുഞ്ഞുങ്ങൾ ഉണ്ടാവ് കുറെ വൈകിയിരുന്നു. അപ്പൊ എത്രയായാലും കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ സിസ്റ്ററിനോട് സജസ്റ്റ് ചെയ്തു, രാമായണത്തിൽ ഇതേ സനാതന സാരഥിയിൽ തന്നെ ഉള്ളത് ഞാൻ അമ്മ എഴുതി വെച്ചിരുന്നു. എന്റെ അമ്മയാണ് എഴുതി വെച്ചത് ആക്ച്വലി, ഓരോ ഫലശ്രുതിയും അതിന്റെ ഭാഗങ്ങൾ. അതിൽ നോക്കി ഞാൻ പറഞ്ഞു, ഇന്ന ഭാഗം വായിച്ചു, ഞാനും വായിക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോ എന്തായാലും ഭഗവാൻ അനുഗ്രഹിച്ച് നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്റെ സിസ്റ്ററിലോ അത് പോലെ അത് പ്രകാരം തന്നെ ആ പറഞ്ഞ വിധി പ്രകാരം വായിക്കുകയും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കർക്കിടക മാസത്തിൽ തന്നെ അവർക്കൊരു ആൺകുട്ടി ഉണ്ടാവുകയും ചെയ്തു. അതാണ് എന്റെ ജീവിതത്തിലുണ്ടായ 2ാമത്തെ അനുഭവം എന്ന് പറയുന്നത്. അപ്പോ പിന്നെയും ഇതുപോലെ അത് കാരണം ഇതിനു മുമ്പിലത്തെ പല പ്രഗ്നൻസിയും കോംപ്ലിക്കേഷനായിട്ട് അത് നഷ്ടപ്പെടുകയുണ്ടായി. പക്ഷെ ഈ പ്രഗ്നൻസി വരികയും വന്നു കഴിഞ്ഞപ്പോൾ പോലും കോംപ്ലിക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും ഉറപ്പായി എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, സ്വാമി ആ കുഞ്ഞിനെ സായിരാമൻ രക്ഷിച്ചോളും എന്നൊരു ഉറപ്പുണ്ടായിരുന്നു. അതുപോലെ കുഞ്ഞ് ഒരു കുഴപ്പമില്ലാതെ പ്രസവിക്കുകയും ആ കുഞ്ഞ് ഇന്ന് ആരോഗ്യത്തോടെ ഇന്നിരിക്കുന്നു. സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് വളരെ നല്ലൊരു കുട്ടി അവർക്ക് കിട്ടി. 2ാമതൊരു കുഞ്ഞും ഉണ്ടായതും അതും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടിട്ടായി. പിന്നെ എന്റെ ഒരു അനുഭവം കൂടെ പറയാം രാമായണത്തെ സംബന്ധിച്ച്. ഞങ്ങള് എന്റെ ഭർത്താവ് ദുബായിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥയാണെങ്കിലും ഞാൻ ലീവ് എടുത്തിട്ട് ഭർത്താവിൻ്റെ അടുത്ത് പോയി നിൽക്കാം എന്നുള്ള ഞങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് ഉപയോഗിക്കുന്നതിന് ഞാൻ ആദ്യം എന്റെ പ്രൊബേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാൻ നാട്ടിൽ നിൽക്കുകയും ഭർത്താവ് ദുബായിലുമായിരുന്നു. ആ സമയത്ത് അദ്ദേഹം ഒരു വളരെ വലിയൊരു അവിടുത്തെ ഒരു ഗ്രൂപ്പിനെതിരെ ഒരു കേസ് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായി. കാരണം ആ കമ്പനിയിലാണ് ഹസ്ബൻഡ് വർക്ക് ചെയ്തിരുന്നത്. ആ കമ്പനിക്ക് ഒരു പല വലിയൊരു ഗ്രൂപ്പിന്റെ ഭാഗമാണ് കമ്പനി. ആ കമ്പനി നടത്തിക്കൊണ്ട് പോയത് അതിലെ മകനായ ലോക്കൽ ഒരു അറബാണ്. അപ്പൊ അച്ഛൻ അറബുമായിട്ട് ഇവരൊന്നും വലിയ കോണ്ടാക്ട് ഇല്ല. മകനാണെല്ലാം നോക്കി ഈ ഒരു ഗ്രൂപ്പിന് ഈ കമ്പനിയുടെ കാര്യങ്ങൾ നടത്തും. അദ്ദേഹം എങ്ങനെ വെച്ചാൽ ഒരു സുപ്രഭാതത്തില് ആൾക്കാരെ ടെർമിനേറ്റ് ചെയ്യും, ഒരു കാരണമില്ല. അങ്ങനെ ആൾക്കാരെ വളരെയധികം ഒരു എന്താ പറയാ വല്ലാത്ത ഒരു വിഷമത്തിലേക്ക് കുടുംബസമേതം താമസിക്കുന്ന ആൾക്കാർക്ക് ഒരൊറ്റ അടിക്ക് അവിടെ ജോലി പോയാൽ അവസ്ഥ അവിടെ ദുബായിലൊക്കെ ഉള്ളവർക്ക് അറിയാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക്. അപ്പൊ അങ്ങനെ ഇതുപോലെ ഹസ്ബൻഡിനും ഇതുപോലെ ഒരിക്കൽ സുപ്രഭാതത്തിൽ നോട്ടീസ് കൊടുത്തപ്പോ ഇതിനെതിരെ എന്തായാലും പ്രതികരിക്കണം എന്ന് വെച്ചാൽ ബാക്കി എല്ലാവരും ചെയ്യുന്ന പോലെ ഹസ്ബൻഡ് പ്രതികരിക്കാൻ തീരുമാനിച്ചു.
അദ്ദേഹം ആ കമ്പനിക്കെതിരെ കേസ് കൊടുത്തു. പലരും നിരുത്സാഹപ്പെടുത്തിക്കണം. ഏറ്റവും വലിയ പ്രശസ്തമായ ഗ്രൂപ്പാണ്, വളരെ പവർഫുൾ ഗ്രൂപ്പാണ്. അപ്പൊ അതിനൊക്കെതിരെ കേസ് കൊടുത്താൽ വളരെ ബുദ്ധിമുട്ടായി. കാരണം പേപ്പേഴ്സ് ഒക്കെ അവരുടെ കയ്യിലാണ്. വേറെ ജോലിക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വളരെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. കാരണം ഫൈനാൻഷ്യൽ സൈഡ് ഒരു ഭാഗത്ത്, അതുകൂടാതെ ഈ വലിയൊരു ഗ്രൂപ്പിനെതിരെയാണ് ഇത്. അപ്പൊ നമുക്ക് വേറെ എവിടെ ജോബിൽ അപ്പിയർ ചെയ്യാൻ വിചാരിച്ചാലും, ജോബിന് അപ്പിയർ ചെയ്താലും ഈ ഒരു ഇഷ്യൂ കാരണം വേറെ പല സാധ്യതകളും ഇല്ലാതെ നഷ്ടപ്പെട്ടൊരു അവസ്ഥയുണ്ടായി. അപ്പോൾ എനിക്ക് വീണ്ടും ഞാൻ ഭഗവാനോട് സമർപ്പിച്ച ആ ഇടയ്ക്കാണ് സ്വാമി എന്നെ സച്ചരിതത്തിലേക്ക്, പാരായണത്തിലേക്ക് ഞാൻ വരുന്നത്. അപ്പൊ ഞാൻ സച്ചരിതം പാരായണം ചെയ്യാറുണ്ടായിരുന്നു. ആ രാമായണവും പാരായണം വിചാരിച്ചു, സ്വാമി ഇതുപോലെ ഞാൻ രാമായണം പാരായണം ചെയ്യാം. ഞാൻ എന്ത് ചെയ്യും, ഈ കമ്പനി വെച്ചാൽ കേസ് കൊടുക്കുന്ന ഡേറ്റിലൊന്നും അപ്പിയർ ചെയ്യില്ല. അങ്ങനെ കേസ് ഡേറ്റ് നീണ്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ നമുക്ക് അത് അവർ പ്രഷറൈസ് ചെയ്യായിരുന്നു ഹസ്ബൻഡിനെ. അപ്പൊ അവസാനം നമ്മൾ ഗതി കെട്ടിട്ട് കേസ് പിൻവലിക്കുമെന്നായിരിക്കും അവർ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഭഗവാന്റെ ഒരു അത്ഭുതം എന്ന് പറഞ്ഞ പോലെ അവസാനം ഞാൻ സങ്കല്പത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, പാരായണം ചെയ്യാൻ തുടങ്ങി, രാമായണവും സച്ചരിതവും വായിച്ചു. അപ്പം ഭഗവാനോട് പറഞ്ഞു, ഭഗവാൻ ഇനിയത്തെ ഡേറ്റില് ഇത് ക്ലിയറായി അനുകൂലമായ മറുപടി കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വായിച്ചു. ഭഗവാന്റെ കരുണ, സായി മാതാവിന്റെ കരുണ, സായിരാമന്റെ കരുണ, ആ പറഞ്ഞ ഡേറ്റ് തന്നെ ഭർത്താവിന് അനുകൂലമായി കോടതിയിൽ നിന്ന് വിധി വന്നു. അതൊരു വളരെ ഒരു ഹിസ്റ്റോറിക്കൽ ഇതായിരുന്നു. കാരണം വെച്ചാൽ അപ്പോഴാണ് ആ ഗ്രൂപ്പിന്റെ ഹെഡായ ആ അച്ഛൻ ആയിട്ടുള്ള ലോക്കൽ അറബ് പോലും ഈ കാര്യം അറിയുന്നതൊക്കെ ആ സമയത്താണ്. അദ്ദേഹം വിളിച്ച് ഹസ്ബൻഡിനോട് പറഞ്ഞു. അദ്ദേഹം ഇതിനെക്കുറിച്ച് അവെയർ ആയിരുന്നില്ല. അദ്ദേഹം തിരിച്ച് ജോയിൻ ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഹസ്ബൻഡ് ആ കമ്പനിയിൽ പിന്നെ ജോയിൻ ചെയ്ത് അതിനിടെ ഭഗവാൻ സ്വാമി അനുഗ്രഹിച്ച് അദ്ദേഹത്തിന് വേറെ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ നല്ല ഒരു പാക്കേജോടെ സ്വീകരിക്കാൻ വേറൊരു ലോക്കൽ അറബ് അദ്ദേഹത്തിനെ കമ്പനിയിലേക്ക് ക്ഷണിക്കുകയും ആ ജോലിയും സ്വാമി കൊടുത്തു. അങ്ങനെ രാമായണത്തിന്റെ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ പല സമയത്തുണ്ടായി. എനിക്ക് ഇതിനകത്തൊക്കെ പക്ഷെ തോന്നിയിട്ടുള്ളത്, നമ്മുടെ സ്വാമി, ഞാൻ ഇപ്പോ ഈ വരുന്ന ഈശാബാഡേ വരികയാണ്. ഞാൻ ഇപ്പൊ 54-ാമത്തെ വയസ്സിലാണ്. 9-ാം വയസ്സിലാണ് ഞാൻ ബാലവികാസിലാണ് എന്റെ ആദ്യത്തെ ഒരു പബ്ലിക് ഒരു സംസാരിക്കാനായി സ്റ്റേജിൽ കയറുന്നത്. അതൊരു ഈശ്വരാംബ ദിനത്തില് സ്റ്റോറി ടെല്ലിങ്ങിലൂടെയാണ്. അതിനെ വഴി വെച്ച് തന്നെ എന്റെ വല്യമ്മയുടെ മകളായ രാജലക്ഷ്മി ചേച്ചിക്കും ചേച്ചിയുടെ ഹസ്ബൻഡായ ഞാൻ മാമാന്ന് വിളിക്കുക, മാമനും എന്റെ നമസ്കാരം കൊടുക്കുന്നു. കാരണം ഷിഡീപ് സച്ചരിത്രത്തിൽ പറയുന്നത് നമ്മളെ സ്വാമിയിലേക്ക് അടുപ്പിച്ചവരാണ് യഥാർത്ഥ ബന്ധുക്കളെന്ന്. അവരാണ് ഇന്ന് എന്റെ യഥാർത്ഥ ബന്ധുക്കൾ എന്ന് പറയാം. അവരുടെ മക്കളും ഞാനും കൂടിയാണ് ഒരുമിച്ച്, നന്ദിനിയും ഞാനും ഒക്കെയാണ് ഒരുമിച്ച് ബാലവികാസിൽ വരുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഞാൻ പബ്ലിക് ഒരു പുറത്തിൽ എനിക്ക് സംസാരിക്കേണ്ട ധൈര്യം, ആ സ്റ്റോറി ടെല്ലിങ്, അതിന് സമ്മാനവും കിട്ടി. ആ സർട്ടിഫിക്കറ്റ് ഇന്നും എടുത്തു വെച്ചിട്ടുണ്ട്. അതെന്തിനാന്നല്ല, അതെനിക്ക് നമുക്കൊരു ഓർമ്മയ്ക്ക് നമ്മളുടെ ആ ട്രാൻസ്ഫോർമേഷന്റെ ഒരു ബിഗിനിങ് ആയിട്ട് എനിക്ക് തോന്നുന്ന എപ്പോഴും ആ പോയിന്റ്. ഞാനിപ്പോ ഇത് പറയാൻ വന്നത്, എനിക്ക് 2 വാക്കുകളിൽ സ്പീക്കാം. ഭഗവാൻ നമ്മളെ ഈ വഴിയിൽ കൂടെ ഒക്കെ നമ്മൾ ഒരിക്കലും ഭഗവാനെ നടന്നു കഴിഞ്ഞാൽ, ഈ പാരായണം ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ, ഇതിന്റെ റിസൾട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് ജീവിതത്തിൽ എന്ത് സിറ്റുവേഷൻ വന്നാലും നേരിടാനുള്ള ധൈര്യം നമുക്ക് ലഭിക്കുന്നു. നമ്മൾ ഭയരഹിതരാകുന്നു. നമുക്ക് പേടി എന്തെന്ന് അറിയില്ല. കുഞ്ഞുനാളുകളിൽ എനിക്ക് കള്ളനെ പേടിയിരുന്നു. ഞാൻ രാത്രി അച്ഛാ പേടിയാവണം വെച്ചാൽ, കള്ളൻ പേടിയാവണം വെച്ചാൽ, കാരണം ഒരു കള്ളൻ എന്റെ കഴുത്തുനിന്ന് ഒരു മാല ഉറങ്ങിക്കിടക്കം പൊട്ടിച്ചുകൊണ്ട് പോയ അനുഭവം കൊണ്ടായിരിക്കാം എനിക്ക് ആ ഭയം വന്നത്. അപ്പൊ അച്ഛൻ പറഞ്ഞു, നമ്മളെ രാമരാമ ജപിച്ചു, കള്ളൻ ആരും ഒന്നും ചെയ്യില്ല, രാമൻ നോക്കിക്കോളും, ഹനുമാൻ നോക്കിക്കോളും എന്ന് പറയുമായിരുന്നു. അന്നൊന്നും അതിന്റെ അത്ര അതൊരു മന്ത്രോപദേശം പോലെയാണെന്നും അതിന്റെ വ്യാപ്തിയൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ അന്ന് മുതൽ ജപിക്കാൻ തുടങ്ങിയതാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് മനസ്സിലായത്. നമ്മൾ ഈ നാമജപവും സ്വാമി പറഞ്ഞ വഴിയിലൂടെ നമ്മൾ പോകുമ്പോൾ, നാമസ്മരണ കലിയുഗത്തിൽ എന്ന് പറയുന്ന അർത്ഥം വേറൊന്നുമല്ല. അത് വേറെ നമുക്ക് വേറെ ഭൗതികമായ സാഹചര്യം നേടിത്തരാൻ മാത്രമല്ല, അത് ജസ്റ്റ് സൈഡ് ഇഫക്റ്റ് മാത്രമാണ്. മെയിൻ ഇഫക്റ്റ് നമ്മളിൽ ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ, നമ്മളിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ജീവിതത്തിൽ പല പ്രതിസന്ധി വരും, പക്ഷെ ഉറപ്പ് പറയാം, ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഷഡീബ പറയുന്നുണ്ട്, ഒരു 100,000 അവിശ്വാസികൾ നശിച്ചാൽ ഒരു വിശ്വാസി പോലും നശിക്കില്ല. അപ്പോൾ ഭഗവാന്റെ നാമത്തിൽ നമുക്ക് എല്ലാവർക്കും ഇന്ന് കാമത ഏകാദശി ദിവസം ഇത് സമർപ്പിക്കാൻ കഴിഞ്ഞതിന് ഞാൻ സ്വാമിക്ക് നന്ദി പറയുന്നു. കാമത ഏകാദശി എല്ലാ അനുഗ്രഹവും കാമം എന്ന ആഗ്രഹം നടത്തി തരുന്നു. എന്റെ ആഗ്രഹം എന്ന് നമ്മളിൽ എല്ലാവരും എന്നും സ്വാമിയിലുള്ള ഭക്തി നിലനിൽക്കട്ടെ. സ്വാമി പറഞ്ഞ വഴി നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ. നമ്മുടെയൊക്കെ വീടുകള് എന്നും ഒരു പ്രശാന്തി നിലയമാവട്ടെ. സായിറാം, സായിറാം, സായിറാം. സന്ധ്യ വളരെ നന്നായിരുന്നു കേട്ടോ. നല്ല അനുഭവങ്ങളും. വെരി ഗുഡ്. ഭഗവാന്റെ ഇത് വെച്ചോളൂ. സായിറാം.
కృష్ణుడికి తాంబూలం ఇవ్వాలి. Krishna is to be offered the betel. పాండవులందరూ కూడా Pan. అగ్రతాంబూలం ఎవరికి ఇవ్వాలి అన్నారు. And in fact, it has to be offered to the first. మాకన్నిటికీ అండదండలుగా ఉండేటువంటి వాడు కృష్ణుడే, కృష్ణుడికి అగ్రతాంబూలం ఇవ్వాలన్నారు. Krishna is our refuge, and he should be offered this ఆ first. దుర్మార్గుడైనటువంటి శిశుపాలుడు పైకి లేచాడు. Shishupala, the wicked person, got up. ఆ తాంబూలం తీసుకుంటూ ఉండే సమయం లోపల When he was receiving the offering, స్నానము చేయు ఆ జవరాంధ్ర చీరలు కాజేసినందుక పూజ నీకు. do you worship him because he collected all the ropes from women? గొల్ల భూభౌండతో చల్లరాడని నాకు హరించినందుక అర్థమిట. Is it because he had spent all the time with the cowherd people? చాలునికి there? కట్టి పెట్టి పంచాంగం ఇంకా Stop all this narration. పొగడుగునబోకు చాలించి ముయ్ నోర్ అన్నాడు. And he said, shut your mouth. కృష్ణుని ముయ్ నోర్ అనేటప్పటికి ధర్మజుడి కంటిదారులు కారాయి. When he said so, Dharmaja was shedding tears. ఈ దుర్మార్గుడు ఇంత పెద్ద సభ లోపల నా కృష్ణుణ్ణి ముయ్ నోర్ అన్నాడే. In that big assembly, he asked Krishna to shut his mouth. What a shame it is. ఆ తాంబూలం పిచ్చినటువంటి తట్టను ఇసిరాడు కృష్ణుడు. And Krishna has just let off that very plate. తట్టపోయింది శిశుపాలుని గొంతు కోసింది. And that very plate has beheaded ఎక్కడి నుంచో Shishupala. చక్రం తీసుకొని రాలేదు. It's not the wheel chakra Tattana brought from chakramu. anywhere. It is the very plate that turned into a wheel. ఆ రక్తం వచ్చి కృష్ణుని పాదాల పైన పడుతుండాలి. And the blood fell at the feet of Krishna. అప్పుడు ధర్మజుడికి మరింత కోపం వచ్చింది. And Dharmaja was more angry. కృష్ణ ఇంతగా నిన్ను దూషించినప్పటికీ వాని యొక్క రక్తం నీ పాదం పైన పడుతుండది. ఇది ఎంత అన్యాయము, నీ పాదములకే అర్హత కాదది. He said, Krishna, Shishupala accused you, criticized you, hated you all along. How is that his blood fell at your feet? అప్పుడు కృష్ణుడు నవ్వుతూ చెప్పాడు, And Krishna said smiling, Dharmaja, దూషణ భూషణ తిరస్కార పురస్కారములు దేహమునికే కాని ఆత్మకు కాదు. the praise and blame, the extolation, the condemnation go to the body but not to the self. వాడు నిరంతరము నన్ను కృష్ణ 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 దేశంతో నన్ను కృష్ణ కృష్ణ అని స్మరిస్తూ వస్తున్నాడు. You know that man has been repeating, chanting my name out of hatred. నేను ద్వేషమా ప్రేమనా నేను విచారణ చేయను. I'm not bothered by the hatred. నా నామం స్మరించటమే నాకు ప్రధానము. It's most important that you chant my name. അഞ്ജലി മോള് പാടിക്കോളൂ കേട്ടോ. അന്ന് ശ്യാമളയ്ക്ക് വേണ്ടി പാടിയതും വളരെ നന്നായിരുന്നു. ഇന്ന് മോള് പാടിക്കോളൂ. സായിരാം. राधे गोविंद कृष्ण मुरारी, राधे गोविंद कृष्ण मुरारी, जय साई मुकुंद मुरारी, जय साई मुकुंद मुरारी, राधे गोविंद कृष्ण मुरारी, नंदानंदा राधे गोविंदा, नंदानंदा राधे गोविंदा, राधे गोविंदा साई गोविंदा, राधे गोविंदा साई गोविंदा, जय साई मुकुंद मुरारी, जय साई मुकुंद मुरारी, राधे गोविंद कृष्ण मुरारी. साई സ്വീറ്റ് വോയിസ് മോളെ, വെരി ഗുഡ്. സായി ഉപമ. ഒരു ജീവി ജന്മമെടുക്കുന്നത് താൻ ഈശ്വരനാകുന്ന ജ്യോതിയുടെ ഒരു സ്ഫുലിംഗം ആണെന്ന് വിളംബരം ചെയ്യുവാനാണ്. ശരീരം ഒരു വിളക്കിലെ തിരിക്ക് സമമാണ്. ഈശ്വരന് വേണ്ടിയുള്ള അഭിവാഞ്ച ആ ദീപത്തെ ജ്വലിപ്പിക്കുന്ന നെയ്യാണ്. പക്ഷേ എലിപ്പെട്ടിയിലിരിക്കുന്ന പലഹാരത്തിന്റെ ഗന്ധത്താൽ ആകർഷിക്കപ്പെട്ട ഒരു എലി കളപ്പുരയിലെ ധാന്യത്തെ ശ്രദ്ധിക്കുന്നതേയില്ല. അത് എലിപ്പെട്ടിയിൽ അല്പഭക്ഷണത്തിന് വേണ്ടി വീഴുന്നു. അതുപോലെ മനുഷ്യൻ തൻ്റെ യഥാർത്ഥ ജീവിത ലക്ഷ്യത്തെ നിരാകരിച്ചുകൊണ്ട് നശ്വരമായ ഭൗതിക സമ്പത്തിന് പിന്നാലെ പോയി തൻ്റെ ജീവിതം നഷ്ടമാക്കുന്നു. ജയ സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാഃ സുഖിനോ ഭവന്തു.
ശാന്തി ശാന്തി ശാന്തി. ജയ് സായിരാം. എല്ലാവർക്കും പങ്കുകൊണ്ട് എല്ലാവർക്കും എന്റെ നമസ്കാരം. സായിരാം. സായിരാം. സായിരാം.